ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ദീപങ്ങൾ തെളിഞ്ഞു, മന്ത്രധ്വനികൾ മുഴങ്ങി. ഏറാമ്പ്ര കല്ലേലിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായ മകരപ്പൂര മഹോത്സവം നടന്നു. വാരപ്പെട്ടി ഏറാമ്പ്ര കല്ലേലിൽ കാവിലമ്മയുടെ തിരുനടയിൽ ഭക്തിയും വിശ്വാസവും അലതല്ലിയ മകരപ്പുര മഹോത്സവം നടന്നു. ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്നത്. കുടുംബ ഐശ്വര്യത്തിനും സമ്പദ് സമൃദ്ധിക്കും അതീവ പ്രാധാന്യമുള്ള പഞ്ചഗവ്യ കലശ പൂജ മകരപ്പൂരം നാളിൽ ഭക്തിപൂർവ്വം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നെന്മേനിമന കേശവൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി കറിവേപ്പില്ലം കേശവൻ ഇളയത് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ പൂർത്തിയായത്. പുണ്യാഹത്തിന്റെ ശുദ്ധിയും മന്ത്രധ്വനികളുടെ ചൈതന്യവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ നടന്ന കലശപൂജ ദർശിക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും വിശ്വാസികൾ കാവിലേക്കെത്തി. ആദ്യ ദിനം പുലർച്ചെ നടന്ന ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കാവിലമ്മയെ സ്തുതിച്ചുകൊണ്ട് കാലാമ്പൂർ കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ഉത്സവത്തിന് മിഴിവേകി. രണ്ടാം ദിനത്തിൽ സർപ്പദോഷ ശാന്തിക്കായി നടത്തുന്ന നൂറും പാലും വഴിപാട് ഭക്തിപൂർവ്വം നിർവഹിച്ചു. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഭക്തർ സമർപ്പിക്കുന്ന നാരങ്ങ വിളക്കും നാരങ്ങ മാലയും, വിവാഹ തടസ്സങ്ങൾ നീങ്ങാൻ ദേവിക്ക് ചാർത്തുന്ന പട്ടും താലിയും ഈ ക്ഷേത്രത്തിലെ അതിപ്രധാനമായ വഴിപാടുകളാണ്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുള്ള ഉപദേവതമാരായ സർപ്പദേവതയുടെയും കരിനാഗ യക്ഷിയുടെയും സാന്നിധ്യം വിശ്വാസികൾക്ക് വലിയ ആശ്വാസമാണ് പകരുന്നത്. എല്ലാ മാസവും ആദ്യ ഞായറാഴ്ചയാണ് ഇവിടെ മാസപൂജ നടക്കുന്നത്. പ്രാർത്ഥനകളുടെ ഫലസിദ്ധി നേരിട്ടറിഞ്ഞ നിരവധി ഭക്തർ പ്രതിമാസ പൂജകളിലും പങ്കുചേരാൻ എത്താറുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ഏറ്റവും കൂടുതലായിട്ട് നമ്മളിവിടെ നടത്തപ്പെടുന്ന വഴിപാടെന്ന് പറയുമ്പോൾ നമുക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും ധനലബ്ധിക്കും അതുപോലെ വിദ്യാവിജയത്തിന് സമൃദ്ധിയൊക്കെയായിട്ട് നടത്തുന്ന വഴിപാട് കലശമാണ്. അത് വർഷത്തിലൊരിക്കൽ ഉത്സവത്തിനാണ് ഇവിടെ പഞ്ചഗവ്യ കലശം നമ്മുടെ നെന്മേനിമന കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കർമ്മത്തിലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂരം നാളിൽ സന്ധ്യയ്ക്ക് ദീപാരാധനയെ തുടർന്ന് ഭാരതീയ വിദ്യാനികേതൻ പ്രമുഖ ലിനി ശിവൻ നടത്തുന്ന ആധ്യാത്മിക പ്രഭാഷണം, കലാപീഠം സന്തോഷ് മാരാരുടെ നേതൃത്വത്തിൽ കളമെഴുത്തും പാട്ട്, മൂന്നില നിവേദ്യം, തുടർന്ന് ദേവിയുടെയും ഖണ്ഡാകർണന്റെയും നടയിൽ ശത്രുദോഷ പരിഹാരത്തിനുള്ള ഗുരുതിയോടെ ഉത്സവ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.